ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്നാണ് എഴുതി നൽകേണ്ടത്. നടീനടന്മാർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമാണ്. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, സിനിമാ പ്രവർത്തകർക്കിടയിലെ ലഹരി ഉപയോഗം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ലഹരി ഉപയോഗത്തിന് സിനിമാ പ്രവർത്തകർ അറസ്റ്റിലാകുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതായത് ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട്, അതായത് സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് നിർമ്മാതാക്കൾക്ക് കടക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഉള്ള സാഹചര്യത്തിൽ കൂടിയാണോ ഈ തീരുമാനം? കടുത്ത നടപടികളിലേക്കാണ് ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നീങ്ങിയിരിക്കുന്നത്. ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു സിനിമ ആരംഭിക്കുന്നതിന് മുൻപ് വേതന കരാർ ഒപ്പിടുന്നതിനോടൊപ്പം തന്നെ ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണമെന്നാണ് നിർദ്ദേശം. ഇതിൽ പറയുന്നത് ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ചിത്രീകരണ സമയത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ആ അണിയറ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുകയോ ലഹരി കൈമാറ്റം ചെയ്യുകയോ ലഹരി ഉപയോഗിച്ച് സെറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തുവാനും ഇവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുവാനും സംഘടനയ്ക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു സത്യവാങ്മൂലമാണ് ഇനിയിപ്പോൾ ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ നിന്നും എഴുതി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർക്കും നടിമാർക്കും ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് കൂടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. വേതന കരാറിനോടൊപ്പമായിരിക്കും ഈ ഒരു സത്യവാങ്മൂലവും കൂടി നൽകുക എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ലഹരിയുടെ ഉപയോഗം തടയുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സിനിമാ സംഘടന ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സമിതിയെ വരെ രൂപീകരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ നടപടി, ഈ സസ്പെൻഷൻ അടക്കമുള്ള അല്ലെങ്കിൽ സിനിമയിൽ നിന്നും സംഘടനയിൽ നിന്നും മാറ്റി നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു സംഘടനയൊക്കെ നേരത്തെ നിയോഗിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു സത്യവാങ്മൂലം കൂടി തയ്യാറാക്കാൻ. തീർച്ചയായും അവിടെ നവമി, നമുക്കറിയാമല്ലോ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമയിലെ ലഹരി ഉപയോഗം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് സെറ്റിൽ വെച്ച് ലഹരി ആവശ്യപ്പെട്ടു ചില നടന്മാർ എന്ന് നിർമ്മാതാക്കളിൽ ചിലർ തന്നെ പുറത്തു പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും നമുക്കറിയാം, നിർമ്മാതാക്കളുടേതാകട്ടെ ഏതൊരു സംഘടനയ്ക്കും പരിമിതമായ പരിമിതികളുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഇടപെടാനോ അത്തരം അവകാശങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ലഹരി വിഷയത്തിൽ നമ്മുടെ നിയമ സംവിധാനമാണ് ഇടപെടേണ്ടത്. പക്ഷേ ഇങ്ങനെയൊരു സത്യവാങ്മൂലം വാങ്ങുമ്പോൾ അത് ലംഘിക്കപ്പെട്ടാൽ എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘടന, നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നുണ്ടോ? അഭിലാഷ്, നേരത്തെ തന്നെ നമുക്കറിയാം ഈ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഒരു സംവിധായകനെ ലഹരിയുമായി പിടികൂടിയിരുന്നു എക്സൈസ്. അതോടൊപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇടുക്കിയിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെല്ലാം സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരു നടപടി തന്നെയാണ് നേരത്തെ ഇവർ സ്വീകരിച്ചിരുന്നത്. ആ നടപടി തന്നെയായിരിക്കും ഇനിയും ഉണ്ടാകുക. അവർക്കെതിരെ കടുത്ത നടപടി, അതായത് മറ്റ് സിനിമകളിലൊന്നും സഹകരിപ്പിക്കാതെ സംഘടനയുടെ അംഗത്വത്തിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കുന്നതിനുള്ള നടപടിയാണ് ഇവർ ഇനി സ്വീകരിക്കുക എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയും ഒപ്പം ഇവർക്ക് പിന്തുണയുമായി അമ്മ അടക്കമുള്ള സംഘടനകൾ നേരത്തെ തന്നെ എത്തിയിരുന്ന സാഹചര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ ബഹളമുണ്ടാക്കുകയോ അല്ലെങ്കിൽ സെറ്റിൽ ലഹരി ഉപയോഗിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരെ കടുത്ത നടപടി, ഇവരെ സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് തന്നെയായിരിക്കും സംഘടന നീങ്ങുക. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ടം തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കേസിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനു മുൻപ് ആലപ്പുഴയിലെ കേസ് ആയിക്കോട്ടെ, ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ സാഹചര്യങ്ങളിലൊക്കെ ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന കാര്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. സംഘടന പോലും ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ഷൈന് വേണ്ടിയിട്ടുള്ള സഹായം, അതായത് ഇതിൽ നിന്നും മുക്തമാകുന്നതിനു വേണ്ടി ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പോലും ഈ സംഘടന മുൻകൈയെടുത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനിടയിലാണ് ഇനി വീണ്ടും ലഹരി ഉപയോഗത്തിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വേതന കരാറിനൊപ്പം സത്യവാങ്മൂലം കൂടി നൽകും. ആ സത്യവാങ്മൂലം ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സിനിമയുടെ ഭാഗമാകുവാൻ അനുവദിക്കൂ. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്ന
പശ്ചാത്തലത്തിലാണ് ലഹരി ഉപയോഗിക്കില്ല എന്ന് സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.